നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ പീഡന കേസ് ഇപ്പോൾ കോടതിക്ക് പുറത്ത് വാക്പോരിന്റെ ഒരു വേദിയായി മാറുകയാണ്. രാഹുലിനെ ജാമ്യം ലഭിച്ച് രാഹുൽ ഇപ്പോൾ വീട്ടിലുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു പരിപാടികളിലും മാധ്യമങ്ങളെ കാണാനൊന്നും തന്നെ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആ സമയം തന്നെ രാഹുൽ റിമാൻഡിൽ കഴിയുന്ന സമയത്ത് രാഹുലിന്റെ സുഹൃത്തായിട്ടുള്ള ഫെനി നൈനാൻ കൃത്യമായിട്ട് പല തെളിവുകളും സ്ക്രീൻഷോട്ടുകളും ഫേസ്ബുക്ക് പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. രാഹുലിനെ ക്രൂശിക്കുന്ന വേളയിൽ ഒരു ആശ്വാസമായിരുന്നു പല ആളുകൾക്കും പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഫെനി നൈനാൻ പുറത്തുവിടുന്ന ഈ ഒരു ചാറ്റുകൾ. അതിൽ നിന്ന് രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണുന്ന ആളുകൾക്ക് തീരുമാനിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഈ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് ഫെനി നൈനാൻ ചെയ്തിരുന്നത്. ഏതായാലും ഇപ്പോൾ വീണ്ടും അടുത്തൊരു തെളിവും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളും ഫെനി നൈനാൻ ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനും നടി റിനി ആൻഡ് ജോർജും തമ്മിലുള്ള പോര് സോഷ്യൽ മീഡിയയിൽ മുറുകുന്നതിന് പുറമെ മറ്റൊരു ഭാഗത്ത് നിയമയുദ്ധവും തകൃതിയാണ്. രാഹുലിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയെ തനിക്ക് അറിയില്ലെന്ന റിനിയുടെ വാദം പൊളിക്കാനാണ് ഇപ്പോൾ ഫെനി നൈനാൻ ചില സ്ക്രീൻഷോട്ടുകളായിട്ട് രംഗത്തെത്തിയത്. 2025 ഓഗസ്റ്റ് 21 റിനി ഈ യുവതിക്ക്, അതായത് മൂന്നാമത്തെ പരാതിക്കാരിക്ക് കോൾ മീ ടുമാറോ എന്ന് സന്ദേശം അയച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് തന്റെ പക്കലുണ്ടെന്ന് ഫെനി ഇപ്പോൾ അവകാശപ്പെടുന്നത്. 2026 ജാനുവരിയിൽ മാത്രം പരാതി നൽകിയ യുവതിയെ എന്തിന് മാസങ്ങൾക്ക് മുമ്പേ റിനി ബന്ധപ്പെട്ടു എന്നാണ് ഫെനിയുടെ ചോദ്യം. റിനിയുടെ അഭിപ്രായം ഉടൻ അവസാനിക്കുമെന്നും കോടതിയിൽ മുഖം മൂടി വലിച്ചു കീറുമെന്നും ഫെനി വെല്ലുവിളിക്കുന്നുണ്ട്. ഫെനി നൈനാന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, രാഹുലിനെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റ് 21 കോൾ മീ ടുമാറോ എന്ന് മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിന്റെ തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് കള്ളം പറയുന്നത്. എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. അതേസമയം ഇതിനും റിനി മറുപടി നൽകിയിട്ടുണ്ട്. ഏതായാലും ഫെനി നൈനാൻ ഇപ്പോൾ റിനിയുടേതെന്ന് പറയുന്ന, അല്ലെങ്കിൽ റിനി മൂന്നാമത്തെ പരാതിക്കാരിയെ ബന്ധപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു ചാറ്റ്, അതിൽ വളരെ കുറച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചാറ്റ് ഒന്ന് വായിക്കാം. ഒരു സ്ക്രീൻഷോട്ടാണ് അയക്കുന്നത്. അതിന് ഈ ഒരു അതിജീവിത മൂന്നാമത്തെ പരാതിക്കാരി പറയുന്നുണ്ട്, ഇനി ഞാനും കൂടെ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം വിളിച്ചു കൂവാൻ, എന്നിട്ടൊരു സ്ക്രീൻഷോട്ട് അയക്കുകയാണ്. എന്നിട്ട് അതിജീവിത പറയുന്നു, ഈ പെണ്ണ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നോട് വിളിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു. പിന്നെ 2 വോയിസ് ക്ലിപ്പുകളാണ്, അതെന്താണെന്ന് അറിയില്ല. തിരിച്ച് ഫെനി നൈനാൻ്റെ 2 വോയിസ് ക്ലിപ്പുകളുണ്ട്. ഈ അയച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടിന് തിരിച്ച് ഇതാരാ എന്ന് ഫെനി നൈനാൻ ചോദിക്കുമ്പോൾ ഒരു വോയിസ് നോട്ടുമുണ്ട്. അതിനോടൊപ്പം അതിന് താഴെ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന, തിരിച്ച് അവിടെ നിന്ന് മറുപടി പറയുന്ന ഒരു സ്ക്രീൻഷോട്ട്. ഈ ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ അത് മൂന്നാമത്തെ പരാതിക്കാരി തന്നോട് പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫെനി നൈനാൻ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് അത് തീരുമാനിക്കാം, ഇത് എത്രത്തോളം ശരിയാണ്, അതോ എത്രത്തോളം റിനിയുടെ ഭാഗത്താണോ ശരി, അതോ ഫെനി നൈനാൻ്റെ ഭാഗത്താണോ ശരി എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ഫെനി നൈനാൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു പോസ്റ്റിനും റിനി കൃത്യമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഫെനിയുടെ ആരോപണങ്ങളെ പച്ചക്കള്ളമെന്ന് വിശേഷിപ്പിച്ച റിനി തൻ്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. താൻ ആരെയും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് തനിക്ക് വന്ന സന്ദേശങ്ങൾക്ക് നൽകിയ മറുപടിയാകാം ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്നുമാണ് റിനിയുടെ വാദം. പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയെ തനിക്ക് അറിയില്ലെന്നും അവർ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും റിനി പറയുന്നു. തൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചതിനും തെറ്റിദ്ധാരണാജനകമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് റിനി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഫെനിക്കെതിരെയല്ല, മറിച്ച് തൻ്റെ പേര് ദുരുപയോഗം ചെയ്തവർക്കെതിരെ ആയിരിക്കുമെന്നും നടി കൂട്ടിച്ചേർത്തു. റിനിയുടെ പുതിയ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്.
പ്രിയപ്പെട്ട ഫെനി നൈനാൻ, ഒരു കാര്യം കൃത്യവും വ്യക്തവുമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു അതിജീവിതയും അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരത്തിൽ ബന്ധപ്പെടേണ്ടതിൻ്റെ ഒരു ആവശ്യവും എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തെ ഞാൻ പരിപൂർണമായി നിഷേധിച്ചത്. ആരോ ഒരാൾ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടിരുന്നു. അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും എനിക്കറിയില്ല. കൂടുതൽ ഡീറ്റെയിൽസ് പറയാമോ എന്നെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഊരും പേരും അറിയാത്ത ഒരാളുമായി എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കിയിട്ടു നിങ്ങൾ വിളിക്കൂ എന്ന് അതിന് മറുപടിയും എനിക്ക് തന്നിട്ടില്ല. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഞാൻ ഇത് എൻ്റെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ അവർ അയച്ചിരിക്കുന്ന സന്ദേശങ്ങൾ മാത്രം കാണുന്നില്ല. എനിക്കിത് ആരാണെന്നോ എന്താണെന്നോ പോലും അറിയില്ല. ഇതാണ് മൂന്നാമത്തെ പരാതിക്കാരി എന്ന് പോലും അറിയില്ല. ഈ വിഷയത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് താങ്കളെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അത് താങ്കൾക്കെതിരെയല്ല, എൻ്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ച് തെറ്റിദ്ധാരണാജനകമായ സന്ദേശങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു എന്നെ അപമാനിച്ചതിനാണ്. മൂന്നാമത്തെ പരാതിക്കാരിയുമായി ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്ന ആളാണ്. സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാൻ ഒട്ടും ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ക്രീൻഷോട്ട് കൂടി റിനി പങ്കുവച്ചിട്ടുണ്ട്. റിനിയുടെ ഫേസ്ബുക്ക് പേജിലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് റിനി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. ഇത് കാണുന്ന ജനങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ രാഹുലിനെ പിന്തുണച്ചും അതുപോലെ തന്നെ രാഹുലിനെ വിമർശിച്ചും അതിജീവിതയ്ക്കൊപ്പം നിന്നും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരുപാട് ദിവസങ്ങളായി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ജനങ്ങൾ ഈ ഒരു വിഷയം കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരാണ് ഇവിടെ കള്ളം പറയുന്നത്, ആരാണ് ഇവിടെ സത്യം പറയുന്നത് എന്നുള്ളതൊക്കെ തന്നെ ഇതൊക്കെ വിലയിരുത്തി ജനങ്ങൾക്ക് സ്വയം തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഫെനി നൈനാൻ ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ടാണ് പങ്കുവച്ചിരിക്കുന്നത്. റിനി ഒരു ഇൻസ്റ്റഗ്രാം സ്ക്രീൻഷോട്ടാണ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ തനിക്ക് ആരോ ഒരു ഫേക്ക് ഐഡിയ ആയിരിക്കാം എന്ന് റിനി പറയുന്നു. അത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്, മെസ്സേജ് അയച്ചിട്ടുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ റിനി പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ റിനി ആൻഡ് ജോർജിന്റെ മുഖത്ത് കള്ളത്തരമുണ്ടെന്നും അവരുടെ അഭിനയം ഉടൻ അവസാനിക്കുമെന്നും ഫെനി നേരത്തെ വെല്ലുവിളിച്ചിരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന കാര്യങ്ങളെ ബലാത്സംഗമാറ്റി മാറ്റാൻ ചിലർ ചേർന്ന മെനഞ്ഞ കെണിയാണിതെന്ന് ഫെനി ആരോപിക്കുന്നുണ്ട്. വ്യക്തിഹത്യ തുടരുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു നടിയുടെ നിലപാട്. തന്റെ പേരും ഫോട്ടോയും ദുരുപയോഗം ചെയ്ത് അപവാദം പ്രചരിപ്പിക്കുകയാണ്. പരാതിക്കാരിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ആരെങ്കിലും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ തന്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താൻ ഉത്തരവാദിയല്ലെന്നും നടി ഉറപ്പിച്ചു പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി തകർക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന നീക്കമാണിതെന്നും ഫെനി ആരോപിക്കുമ്പോൾ ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന പക്ഷത്താണ് നടിയുള്ളത്. ആരുടെ കയ്യിലാണ് യഥാർത്ഥ തെളിവുകൾ എന്നത് കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന പരാതിയിൽ നിയമസഭ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി നാളെ ഒരു നിർണായക യോഗം ചേരും. രാഹുലിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളും ക്രിമിനൽ കേസുകളും ചൂണ്ടിക്കാട്ടി DK മുരളി MLA നൽകിയ പരാതിയാണ് കമ്മിറ്റി പരിഗണിക്കുന്നത്. മുരളി പെരുന്നെല്ലി അധ്യക്ഷനായ സമിതിയാണ് പരാതി പരിശോധിക്കുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന പ്രാഥമിക വിലയിരുത്തലിന് ശേഷം തുടർന്നുള്ള നടപടികളിലേക്ക് കടക്കും. പരാതിക്കാരനായ DK മുരളിയുടെയും ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മൊഴികൾ കമ്മിറ്റി രേഖപ്പെടുത്തും. പരാതിക്ക് ആസ്പദമായ തെളിവുകൾ ഹാജരാക്കാൻ ഇരുവർക്കും സമയം അനുവദിക്കും. തെളിവുകളും മൊഴികളും പരിശോധിച്ച ശേഷം കമ്മിറ്റി സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സഭയിൽ അന്തിമ തീരുമാനമെടുക്കുക. അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന MLA-മാരെ പുറത്താക്കാൻ എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സഭയ്ക്ക് അധികാരമുണ്ട്. രാഹുലിനെതിരെ ഉയർന്ന ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ സഭയുടെ അന്തസ്സിനെ കളങ്കമുണ്ടാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ശാസനം മുതൽ പുറത്താക്കൽ വരെയുള്ള ശിക്ഷാ നടപടികൾ സഭയ്ക്ക് സ്വീകരിക്കാം.